إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم واعبد ربك حتى يأتيك اليقين സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകളും അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ച് മുത്തഖികളായി ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആദ്യമായി എന്നെയും ശേഷം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമദാൻ ഒത്തിരി നന്മകൾ നേടിയെടുക്കാൻ നമ്മെ സഹായിച്ചിട്ടുണ്ട്. അത് അതിന്റെ അവസാനത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത നന്മകൾ ഒരിക്കലും അവസാനിച്ചുകൂടാ. അതിന്റെ പ്രയാണം തുടർന്നുകൊണ്ടേയിരിക്കണം. റമദാൻ അവസാനിക്കുന്നതോടുകൂടി ജീവിതത്തിൽ ഇപ്പോൾ കൊണ്ടു നടക്കുന്ന പല നന്മകളെ അവസാനിപ്പിക്കുന്ന ആളുകളെ കാണാൻ കഴിയും. അത്തരം ആളുകളെ കുറിച്ച് മഹാന്മാരായ സലഫുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബിഅ്സൽ ഖൗം ലാ യഅരിഫൂന അല്ലാഹ ഇല്ലാ ഫി റമദാൻ. എത്ര മോശപ്പെട്ട ആളുകളാണ് അവർ. കാരണം റമദാനിൽ മാത്രമാണല്ലോ അവർ അല്ലാഹുവിനെ മനസ്സിലാക്കിയത് എന്നാണ്. ബാക്കിയുള്ള സമയങ്ങളിൽ തെറ്റുകളിലേക്ക് വീണ്ടും ഒഴുകുന്നുവല്ലോ, അല്ലെങ്കിൽ ചെയ്ത നന്മകൾ തുടർത്തുന്നില്ലല്ലോ, എത്ര മോശപ്പെട്ട ആളുകൾ എന്നാണ് അവരെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനോട് കൽപ്പിച്ചത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ. യഖീനാകുന്ന മരണം അത് നിങ്ങളിൽ എത്തും വരെ നിങ്ങൾ ഇബാദത്ത് ചെയ്യണം എന്നാണ്. അല്ലാതെ പെരുന്നാൾ എത്തുന്നത് വരെ എന്നല്ല. മരണം നിങ്ങളിലേക്ക് എത്തുന്നത് വരെ ഇബാദത്തുകളിൽ, നന്മകളിൽ തുടർച്ചയുണ്ടാകണം എന്ന് റബ്ബിന്റെ കൽപ്പനയാണ്. സൂറത്തുൽ ഹിജ്റിന്റെ അവസാനത്തെ ആയത്താണത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇന്നല്ലാഹ ലം യജ്അൽ ലിഅമലിൽ മുഅ്മിനീന അജലൻ ദൂനൽ മൗത്ത്. ഒരു മുഅ്മിന് മരണമല്ലാതെ വേറെ അവധിയില്ലെന്നാണ്. അവൻ ചെയ്യുന്ന നന്മകൾക്ക് അവസാനം എന്ന് പറയുന്നത് അവന്റെ മരണമാണ്. ആ മരണമല്ലാതെ മറ്റൊരു അവധി അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട്
സഹോദരങ്ങളെ, റമദാൻ അവസാനിച്ചാലും നമ്മൾ ഇപ്പോൾ ചെയ്തു വന്ന എല്ലാ നന്മകളും തുടർച്ചയുണ്ടാകണം. പെരുന്നാളുകൾക്ക് ശേഷവും മുഴുവൻ അതേപോലെ കൊണ്ടു നടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും അതിന്റെ ഒരു ബാക്കിപത്രം എന്നുള്ള നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇസ്തിഖാമത്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. മുഅ്മിനിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത അവൻ ചെയ്യുന്ന കാര്യങ്ങൾ നിലനിർത്തും എന്നുള്ളതാണ്. ഇസ്തിഖാമത്താണ്. മഹാനായ സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി റളിയല്ലാഹു അൻഹു, അദ്ദേഹം മഹാനായ ഒരു സഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക. നബിയെ, ഇസ്ലാമിൽപ്പെട്ട അങ്ങയോട് ചോദിച്ചാൽ പിന്നെ വേറെ ഒരാളോട് ചോദിക്കേണ്ട രൂപത്തിലുള്ള ഒരു നല്ല ഒരു കാര്യം, ഇസ്ലാമിലുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹി സുമ്മ ഇസ്തഖീം. നീ അല്ലാഹുവിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുക, എന്നിട്ട് അതിൽ ഉറച്ചു നിൽക്കുക, ഇസ്തിഖാമത്ത് ഉണ്ടാവുക. ചെയ്ത നന്മകളിൽ ഇസ്തിഖാമത്ത് നിലനിർത്തുക എന്നത് സഹോദരങ്ങളെ ഏറ്റവും വലിയ സവിശേഷതയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഒരു സീസണിൽ പ്രത്യേക ആവേശത്തോടു കൂടി ചെയ്യുന്ന നന്മകളേക്കാൾ അല്ലാഹുവിന്റെ ഇഷ്ടം നിരന്തരമായി നിലനിർത്തുന്ന അമലുകളെയാണ്. അത് എത്ര കുറച്ചാണെങ്കിലും അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സീസൺ വരുമ്പോൾ ധാരാളമായി ചെയ്യുക എന്നതിനപ്പുറത്ത് അദ്വമുഹാ വഇൻ ഖല്ല, വളരെ കുറച്ചാണെങ്കിലും ഒരു 2 റക്അത്ത് അല്ല 1 റക്അത്ത് വിതർ എല്ലാ ദിവസവും ഒരു 2 മിനിറ്റ് എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുന്നുവോ അതാണ് ഏറ്റവും ഖൈറായിട്ടുള്ളത്, അതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിക്കാനുള്ളവരാണ് എന്ന ഓർമ്മ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. കഴിഞ്ഞ റമദാനിലുള്ള ഒരുപാട് ആളുകൾ ഇന്ന് നമ്മെ വിട്ട് പിരിഞ്ഞു പോയിരിക്കുന്നു. ഒരു പക്ഷേ ഇനി റമദാൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് മരണം എന്ന പ്രതിഭാസം ജീവിതത്തിന്റെ ഭാഗമാണെന്ന തിരിച്ചറിവുണ്ടാവുക, ആ ഒരു ഉപദേശം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഒരാൾക്ക് ഉപദേശകനായി മരണം തന്നെ ധാരാളമുണ്ട്. 2 മണിക്കൂർ വാക പറയണമെന്നില്ല. നമ്മുടെ കൂടെയുള്ളവർ, കൂട്ടുകാർ, ആദർശ ബന്ധുക്കൾ, കുടുംബമിത്രാദികൾ, അയൽവാസികൾ, എത്രയെത്ര ആളുകൾ നമ്മെ വിട്ട് ഓരോ ദിവസവും പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നതുപോലെ ഒരു ദിവസം നമ്മുടെ വാർത്ത വാട്സപ്പുകളിലൂടെ വരും, ഇന്ന വ്യക്തി ഇന്ന ശാഖയിലുള്ള ഈ വ്യക്തി മരണപ്പെട്ടിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് ആ മരണത്തെ കുറിച്ചുള്ള ബോധം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം എന്നർത്ഥം. നോക്കൂ നിങ്ങൾ, ആ മരണം കഴിഞ്ഞ് ഖബറിൽ എത്തുമ്പോഴാണ് സഹോദരന്മാരെ നമ്മൾ ഈ ദുനിയാവിൽ ചെയ്ത നന്മകളുടെ പ്രതിഫലം, അതിന്റെ പ്രാധാന്യം നമുക്ക് ബോധ്യപ്പെടുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ സാഹിബു ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തി ആരാണ്? സ്വഹാബികൾ പറഞ്ഞു, ഫുലാൻ, അത് ഇന്നാലിന്റെ വ്യക്തിയാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, റകഅതാനി അഹബ്ബു ഇലാ ഹാദാ മിൻ ബഖിയതി ദുനിയാകും. അദ്ദേഹം ഒരു 2 റക്അത്ത് ആയിരിക്കും ഇദ്ദേഹത്തിന് നിങ്ങളുടെ ദുനിയാവിലെ സമ്പത്തിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടത് എന്നാണ്. നിങ്ങളിപ്പോൾ സമ്പത്തിനെ എത്ര പ്രാധാന്യത്തോടു കൂടി കാണുന്നുവോ അയാൾക്ക് അതിനേക്കാളൊക്കെ ഇഷ്ടം ഒരു 2 റക്അത്ത് നിസ്കാരമാണെന്നാണ്. പെട്ടെന്ന് പള്ളിയിൽ വരുമ്പോ ജമാഅത്തിന് 2 മിനിറ്റ് ബാക്കിയുണ്ട്, അപ്പോൾ നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു 2 റക്അത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് അദ്ദേഹത്തിന് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടും എന്നാണ്. മറ്റൊരു ഹദീസിൽ കാണാം, പുതുതായി അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഖബറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖബറിലേക്ക് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, റകഅതാനി ഖഫീഫതാനി മിമ്മാ തഹ്ഖിറൂന വതൻഫിലൂന യസീദുഹും ഹാദാ ഫി അമലിഹി അഹബ്ബു ഇലൈഹി മിൻ ബഖിയതി ദുനിയാകും. വളരെ നിസ്സാരമായി നിങ്ങൾ കാണുന്ന 2 റക്അത്ത് നിസ്കാരം, അതാണ് തഹ്ഖിറൂൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വലിയ പ്രാധാന്യം ഇല്ലാതെ കാണണം, പക്ഷേ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്നത് ഖബറിലായിരിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നും നിസ്സാരമല്ല. അതുകൊണ്ടാണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞത്, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ
ലതമന്നൗ യൗമൻ മിൻ റമദാൻ. ഖബറിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങളുടെ ഒരു ആഗ്രഹം പറയാൻ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവില്ല. പക്ഷേ ഖബറിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങളൊന്ന് ആഗ്രഹിച്ചോളൂ എന്ന് പറഞ്ഞാൽ ലതമന്നൗ യൗമൻ മിൻ റമദാൻ, അവർ റമദാനിന്റെ ഒരു ദിവസം കൂടി എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്നാണ്. കാരണം റമദാനിന്റെ ഒരു ദിവസം സഹോദരങ്ങളെ അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുന്ന നിമിഷമായിരിക്കും ഖബറുകളിൽ എന്നാണ്. അത്രയേറെ പ്രാധാന്യമുണ്ട് സഹോദരങ്ങളെ. ഇനിയും മണിക്കൂറുകൾ നമ്മുടെ മുമ്പിലുണ്ട്, അതിനെ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ ഒന്ന് കിട്ടുമോ നമുക്കറിയില്ല. അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുക എന്നതാണ്. പെരുന്നാളും കഴിഞ്ഞ് റമദാനെ കൊണ്ട് കഴിഞ്ഞ ആശ്വാസമായി എന്നുള്ള മനസ്സാണെങ്കിൽ കാപട്യത്തിന്റെ ഏതോ ഒരു അംശം നമ്മുടെ ഹൃദയാന്തരാളങ്ങളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇത് ഏറ്റവും പുണ്യമുള്ള സമയങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. റമദാനുകളിൽ തന്നെ ഏറ്റവും പുണ്യമുള്ളതാണ് അവസാനം, അതിന്റെ അവസാനത്തെ 10 എന്ന് പറയുന്നത്. ആ ഒരു വളരെ പുണ്യമാക്കപ്പെട്ട സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സകാത്തുൽ ഫിത്ർ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നിർബന്ധമാക്കിയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവർ പറയുന്നു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറദ സകാത്തുൽ ഫിത്ർ മിൻ റമദാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിമീങ്ങൾക്കും സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരുടെ മേലും നിർബന്ധമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് റമദാനിൽ സകാത്തുൽ ഫിത്ർ നൽകുക എന്നത്. അത് എപ്പോഴാണ് നൽകേണ്ടത്? അതും അവിടുത്തെ ഹദീസുകളിൽ കാണാം. വഅമറ ബിഹാ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജിൻ നാസി ഇലസ്സലാത്ത്, പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടി ആളുകൾ മുസല്ലയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് സകാത്തുൽ ഫിത്ർ അതിന്റെ ആളുകൾക്ക് അർഹരായവർക്ക് എത്തിച്ചു കൊടുക്കാൻ അവിടുന്ന് കൽപ്പിച്ചിരിക്കുന്നു. അപ്പോ പെരുന്നാളിന്റെ മുമ്പ് അത് കൊടുക്കണം. ഇനി അത് 1-2 ദിവസം മുമ്പ് തന്നെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കൽ അനുവദനീയമാണ്. അവിടുന്ന് ഹദീസുകളിൽ കാണാം, ഇമാം ബുഖാരി ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. വകാനു യുഅ്തൂന ഖബ്ല അൽ ഫിത്ർ ബിയൗമിൻ ഔ യൗമൈൻ, ബിയൗമിൻ ഔ യൗമൈൻ, 1-2 ദിവസം മുമ്പ്, പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് അത് നൽകാം. അവിടുന്ന് അങ്ങനെ നൽകിയിട്ടുണ്ട്. സഹാബികളിൽ മാതൃകയുമുണ്ട്. സഹോദരങ്ങളെ, ഇനി ഒരാൾ സകാത്തുൽ ഫിത്ർ അത് നൽകുന്നത് പെരുന്നാൾ നിസ്കാരത്തിന്റെ ശേഷമാണെങ്കിൽ അത് സകാത്തുൽ ഫിത്റായി പരിഗണിക്കപ്പെടുന്നതല്ല. സകാത്തുൽ ഫിത്ർ എന്ന അയാളുടെ ബാധ്യത അത് അവിടെ തന്നെ കിടക്കും. നോക്കൂ നിങ്ങൾ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അവിടുന്ന് അദ്ദേഹം പറഞ്ഞു, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തുൽ മഖ്ബൂല. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ് ആരെങ്കിലും ആ സകാത്തുൽ ഫിത്ർ കൊടുത്താൽ അതൊരു സകാത്തുൽ മഖ്ബൂലയായി പരിഗണിക്കപ്പെടുന്ന, സ്വീകരിക്കപ്പെടുന്ന ഒരു സകാത്തുൽ ഫിത്റായി അത് മാറും. വമൻ അദ്ദാഹ ബഅദ സ്വലാത്ത് ഫഹിയ സദഖത്തുൻ മിനസ് സദഖാത്ത്. ഇനി ഒരാൾ പെരുന്നാളിന് ശേഷമാണ് ഇത് കൊടുക്കുന്നതെങ്കിലോ അതൊരു സാധാരണ സ്വതക്കയായിട്ട് പരിഗണിക്കപ്പെടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ സകാത്തുൽ ഫിത്ർ അവിടെ വീടുന്നില്ല എന്നർത്ഥം. കാരണം സകാത്തുൽ ഫിത്ർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ റമദാനിൽ വന്നുപോയ വീഴ്ചകളെ പുറത്തു കിട്ടാനും അതുപോലെ പെരുന്നാളിന് ഒരു മുസ്ലിമും പട്ടിണി എടുക്കാൻ പാടില്ല. അതാണ് സകാത്തുൽ ഫിത്റിന്റെ ഉദ്ദേശം, അല്ലേ? ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ആളുകൾ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. വലിയ വീടുണ്ടാകും ഒരു പക്ഷേ, വലിയ വാഹനം ഉണ്ടാകും ഒരു പക്ഷേ വീട്ടിൽ പട്ടിണിയായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്താൻ പറ്റുക? അത് ആളുകളുമായി ഇടപെടുന്നതിലൂടെ, സമൂഹവുമായി ബന്ധപ്പെടുന്നതിലൂടെയാണ് മനസ്സിലാക്കുക. അങ്ങനെയുള്ള ആളുകളെ മനസ്സിലാക്കി അർഹരാണെന്ന് ബോധ്യപ്പെട്ടാൽ സഹോദരൻ അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ പ്രത്യേകം കണ്ടെത്തി പെരുന്നാളിന് മുമ്പന്നെ കൊടുക്കണം. കാരണം പെരുന്നാൾ ദിവസം ഒരാളും പട്ടിണി കിടക്കാൻ പാടില്ല എന്നതാണ് അതിന്റെ ഒരു ഉദ്ദേശം. ഇനി എന്താണ് നമ്മൾ സകാത്തുൽ ഫിത്ർ നൽകേണ്ടത് എന്നതാണ്. ഓരോ നാട്ടിലെയും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ഒരു ധാന്യം അതൊരു സ്വായിക്കൊണ്ട് നൽകുകയാണ് വേണ്ടത്. ഹദീസുകളിൽ കാണാം, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഉദ്ധരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ ശഈർ. ഇബ്നു ഉമർ
റളിയല്ലാഹു അൻഹു പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ ഒരു സ്വാഴ് ഈന്തപ്പഴമോ അല്ലെങ്കിൽ ഒരു സ്വാഴ് ഗോതമ്പോ അവിടുന്ന് സകാത്തുൽ ഫിത്റായി നൽകുന്നത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്നതാണ്. വേറെ ഹദീസിൽ അബീ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പറയുന്നു, കുന്നാ നുഖ്രിജു സകാത്തുൽ ഫിത്രി സാഅൻ മിൻ തആമിൻ ഔ സാഅൻ മിൻ ശഈരിൻ ഔ സാഅൻ മിൻ തംറിൻ ഔ സാഅൻ മിൻ അഖ്തിൻ ഔ സാഅൻ മിൻ സബീബ്. അദ്ദേഹം പറയാണ്, ഞങ്ങൾ സകാത്തുൽ ഫിത്ർ ഒരു സ്വാഴ് ഭക്ഷണമോ അതല്ലെങ്കിൽ ഒരു സ്വാഴ് ഗോതമ്പോ അതല്ലെങ്കിൽ ഒരു സ്വാഴ് ഈത്തപ്പഴമോ അതല്ലെങ്കിൽ ഒരു സ്വാഴ് വെണ്ണയോ അതല്ലെങ്കിൽ ഒരു സ്വാഴ് ഉണക്കമുന്തിരിയോ നൽകാറുണ്ടായിരുന്നു. അന്നത്തെ ധാന്യമാണത്, ഭക്ഷണമാണ്. അത് സാധാരണ അതുണ്ട്. നമ്മളെന്താ കൊടുക്കേണ്ടത്? നമ്മുടെ നാട്ടിൽ എന്താണ് സാധാരണ കൊടുക്കാറുള്ളത്? അരി ഭക്ഷണമാണ് അല്ലെ? അപ്പൊ അരി കൊടുക്കാം, അല്ലെങ്കിൽ ബിരിയാണിയുടെ അരിയോ സാധാ അരിയോ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം എന്നർത്ഥം. അതുപോലെ നമ്മൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പെരുന്നാളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ചെറിയ പെരുന്നാൾ എന്നത് റമദാനിന്റെ പ്രധാനന്തരം ശവ്വാലിന് വിശ്വാസികൾക്ക് ലഭിക്കുന്ന സന്തോഷത്തിന്റെ സമ്മാനമാണ്, ആഘോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയപ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർക്ക് 2 ദിവസം ഉണ്ടായിരുന്നു. അതിൽ അവർ സന്തോഷിച്ച് ആഹ്ലാദിച്ച് ആഘോഷം കണ്ടെത്തുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി ചോദിച്ചു, ഈ 2 ദിവസം എന്താണ് ഇത്ര ആഘോഷം? അവിടെ നിന്ന് പറഞ്ഞു, ഖാലു കുന്നാ നൽഅബു ഫീഹിമാ ഫിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ദിവസം ഞങ്ങളുടെ ആഘോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് അബ്ദലകും ബിഹിമാ ഖൈറൻ മിൻഹുമാ യൗമൽ അദ്ഹാ വ യൗമൽ ഫിത്ർ. എങ്കിൽ ഇതിനേക്കാൾ നല്ല വളരെ മെച്ചമുള്ള ഖൈറായിട്ടുള്ള 2 ദിവസങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പകരം നൽകിയിരിക്കുന്നു. അതൊന്ന് യൗമുൽ അദ്ഹയാണ്, മറ്റൊന്ന് യൗമുൽ ഫിത്റാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അപ്പോൾ റമദാനിന്റെ പ്രധാനന്തരം ശവ്വാൽ പിറവിന്റെ സമയത്ത് ഒന്നിന്റെ അന്ന് സഹോദരന്മാരെ നമുക്ക് കിട്ടിയ സന്തോഷത്തിന്റെ ആഹ്ലാദിക്കാവുന്ന ഒരു ഏറ്റവും നല്ല ദിവസമാണ് പെരുന്നാൾ സുദിനം എന്ന് പറയുന്നത്. അന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് സുന്നത്തുകളുണ്ട്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒന്ന് പ്രധാനപ്പെട്ടത് കുളിക്കുക എന്നത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിച്ചിട്ട് മാതൃക കാണിച്ചു, സ്വഹാബികൾക്ക് പകർന്നു നൽകി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പറയുന്നു, കാന യഗ്തസിലു യൗമൽ ഫിത്രി ഖബ്ല അൻ യഖ്തുവ ഇലൽ മുസല്ല. പെരുന്നാൾ മുസല്ലയിലേക്ക് പോകുന്നതിന് മുമ്പ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കുളിക്കാറുണ്ടായിരുന്നു. കുളിച്ച് വൃത്തിയാവുക എന്നത് പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതുപോലെ നല്ല വസ്ത്രം ധരിക്കുക എന്നത് പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അങ്ങാടിയിൽ പോയി ഒരു ജുബ്ബ വാങ്ങി അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ കൊണ്ടുകൊടുത്തു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഇബ്തഅ ഹാദിഹി തജമ്മൽ ബിഹാ ലിൽഈദ് വൽ വുഫൂദ്. നബിയെ, അങ്ങ് ഈ ജുബ്ബ സ്വീകരിക്കണം, ഇതങ്ങ് വാങ്ങിക്കൊള്ളുക. എന്നിട്ട് പെരുന്നാളിനും നിവേദക സംഘങ്ങളെ സ്വീകരിക്കുമ്പോഴും അങ്ങേക്ക് ഇത് അണിയാമല്ലോ, ഭംഗി കൂട്ടാമല്ലോ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. അപ്പോൾ പെരുന്നാളിന് അന്ന് പുതിയ വസ്ത്രം ധരിക്കുക, ഒന്ന് അലങ്കാരമാക്കുക, ഭംഗിയാവുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജുമാ ദിവസത്തിലും അതുപോലെ ഈദ് ദിനങ്ങളിലും ധരിക്കാൻ പ്രത്യേക വസ്ത്രം ഉണ്ടായിരുന്നുവെന്ന് ഇബ്നു ഖുസൈമയുടെ സഹീഹിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 പെരുന്നാളുകളിലും പുറത്തിറങ്ങുമ്പോൾ തന്റെ വസ്ത്രങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ളത് അവിടുന്ന് ധരിക്കുമായിരുന്നു. അവിടുത്തേക്ക് 2 പെരുന്നാളുകൾക്കും ജുമുഅക്കും ധരിക്കാൻ പ്രത്യേക വസ്ത്രം ഉണ്ടായിരുന്നു എന്ന് അൽ മുഗ്നി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, കുളിക്കുക എന്നതും നല്ല വസ്ത്രം ധരിക്കുക എന്നതും പ്രധാനപ്പെട്ട സുന്നത്താണ്. അതുപോലെ മൂന്നാമത്തെ ഒന്ന് സഹോദരങ്ങളെ, സുഗന്ധം പൂശുക എന്നതാണ്. അത്തർ തേക്കാൻ കഴിയുന്നവർ അത് തേക്കണം. അത്തർ വളരെ പ്രധാനപ്പെട്ടതാണ്, സുഗന്ധം പൂശുക എന്ന്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിവുള്ള പണ്ഡിതന്മാരിൽ നിന്നും കേട്ടിരിക്കുന്നു, എല്ലാ പെരുന്നാളിനും അലങ്കാരവും സുഗന്ധവും അവർ സുന്നത്താക്കിയിരുന്നു. അവരുടെ ഒരു ചര്യയായിരുന്നു അത്. നല്ല അത്തർ തേച്ച് നല്ല സുഗന്ധം തേച്ച് അവർ മുന്നോട്ട് വരുമായിരുന്നു എന്ന്. അതുപോലെ ഏത് അവസരത്തിലായാലും സ്ത്രീകൾക്ക് അത്തർ ധരിക്കുക എന്നത് ഏത് അവസരത്തിലും, അത് കല്യാണത്തിലാണെങ്കിലും പെരുന്നാളിനാണെങ്കിലും എവിടേക്കാണെങ്കിലും
അവർക്കത് അനുവദനീയമല്ല, അത് ഹറാമാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എന്നതുപോലെ ഈദുൽ ഫിത്തറിലുള്ള മറ്റൊരു സുന്നത്താണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുക എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ കാണാം, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അം, അവിടുന്ന് ഭക്ഷണം കഴിക്കാതെ മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിക്കുക എന്ന സുന്നത്താണ്. വേറെ ഹദീസിൽ കാണാം, അവിടുന്ന് ഈത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് മുസല്ലയിൽ പോകാറുണ്ടായിരുന്നത് എന്ന്. അത് തന്നെ കഴിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയായിട്ടായിരുന്നു, 7 വീതമായിരുന്നു അവിടുന്ന് കഴിച്ചിരുന്നത് എന്നും ഹദീസുകളിലുണ്ട്. എന്നതുപോലെ ഒരു സുന്നത്താണ് തക്ബീർ ചൊല്ലുക എന്നത്. 2 പെരുന്നാളുകളോടനുബന്ധിച്ച് ധാരാളമായി തക്ബീർ ചൊല്ലുക എന്നത് സുന്നത്താണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും ആ തക്ബീർ സുന്നത്താണ്. ചെറിയ പെരുന്നാൾ ശവ്വാൽ മാസപ്പിറവിയോടുകൂടി തക്ബീർ ചൊല്ലി തുടങ്ങുകയും പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുകയും ചെയ്യുകയുമാണ് വേണ്ടത്. അതാണ് അതിന്റെ ഒരു സമയപരിധി എന്നുള്ളത്. പുരുഷന്മാർ തങ്ങളുടെ ശബ്ദം ഉയർത്തിക്കൊണ്ട് പള്ളികളിൽ വെച്ചും വീടുകളിൽ വെച്ചും അങ്ങാടികളിൽ വെച്ചും ഒക്കെ അവർക്ക് ആ കർമ്മം നിർവഹിക്കാവുന്നതാണ്. സ്ത്രീകളാകട്ടെ ശബ്ദം താഴ്ത്തിക്കൊണ്ടാണ് തക്ബീർ ചൊല്ലേണ്ടത് എന്നർത്ഥം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവും അതുപോലെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒക്കെ തക്ബീർ ചൊല്ലിക്കൊണ്ട് അങ്ങാടികളിലേക്ക് പെരുന്നാൾ ദിവസത്തിൽ ഇറങ്ങും. അവരുടെ തക്ബീർ കേട്ട് അങ്ങാടികളിലുള്ള ആളുകളും തക്ബീർ ചൊല്ലുമായിരുന്നു എന്നൊക്കെയുണ്ട് സഹോദരങ്ങളെ. അപ്പോൾ തക്ബീർ ചൊല്ലുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ ഈദ്ഗാഹുകളിലേക്ക് നേരത്തെ പോവുക. റസൂൽ അവിടെ എത്തുമ്പോഴേക്ക് സ്വഹാബികൾ അവിടെ എത്താറുണ്ടായിരുന്നു എന്ന ഹദീസുകളിൽ കാണാം. റസൂൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ എത്തും. അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞു, സുബഹി കഴിഞ്ഞ് നേരെ മുസല്ലയിലേക്ക് പോവുക എന്നതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ള രീതി. അപ്പോൾ അത് നേരത്തെ പോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ അത് നടന്നുകൊണ്ട് പോവുക എന്നത് മറ്റൊരു സുന്നത്താണ്. അത് ഹദീസുകളിൽ കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നു, മിനസ് സുന്നത്തി അൻ തഖ്റുജ ഇലൽ ഈദ് മാഷിയ, നടന്നുകൊണ്ട് പള്ളികളിലേക്ക് പോകൽ പ്രത്യേകം സുന്നത്തുണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരാൾക്ക് എത്താൻ കഴിയുന്ന ദൂരത്തല്ല, അല്പം ദൂരം എത്താൻ കഴിയുന്നതിനെ കുറെ ദൂരത്താണ് വീടെങ്കിൽ അവർക്ക് വാഹനം ഉപയോഗിക്കുന്നത് കൊണ്ടും പ്രശ്നമല്ല, അനുവദനീയമാണ് എന്നും ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഞങ്ങൾ മുസല്ലയിലേക്ക് നടന്നിട്ടാണ് പോകാറുള്ളത്, കാരണം ഞങ്ങളുടെ സ്ഥലം വളരെ അടുത്താണ്. ഇനി ഒരാൾക്ക് അത് മുസല്ല ദൂരത്തായാൽ അവന് വാഹനത്തിൽ പോകുന്നത് കൊണ്ട് പ്രശ്നമില്ല എന്ന് അൽ മുഗ്നി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ സഹോദരന്മാരെ, പെരുന്നാൾ നിസ്കാരം 2 റക്അത്താണ്. അതിന്റെ മുമ്പോ പിമ്പോ ഒരിക്കലും ഒരു സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുപോലെ പെരുന്നാൾ നിസ്കാരം അത് ഈദ്ഗാഹിലാണ് നിർവഹിക്കപ്പെടേണ്ടത്, പള്ളികളിലല്ല. കാലാവസ്ഥ അനുകൂലമല്ല എങ്കിലാണ് പള്ളിയിലേക്ക് മാറേണ്ടത്. അല്ലെങ്കിൽ ഈദ്ഗാഹുകളിലേക്ക്, പൊതു ഗ്രൗണ്ടുകളിൽ അല്ലെങ്കിൽ ജനങ്ങൾ കാണുന്നിടത്താണ് അങ്ങനെയുള്ള നമസ്കാരങ്ങൾ നിർവഹിക്കപ്പെടേണ്ടത് എന്നാണ്. ആദ്യം നിസ്കാരമാണ് നിർവഹിക്കപ്പെടേണ്ടത്, പിന്നീടാണ് ഖുത്ബ. ഫഅവ്വലു ശൈഇൻ യുബ്ദഉ ബിഹി സ്വലാ, ആദ്യം നിസ്കാരം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ ഷഹീദുൽ ഈദ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅബീ ബക്കർ വഉമർ വഉസ്മാൻ ഫകുല്ലുഹും കാനൂ യുസല്ലൂന ഖബ്ല അൽ-ഖുത്ബ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ ഒക്കെ ഞാൻ ഈദ് നിസ്കരിച്ചിട്ടുണ്ട്. എല്ലാവരും ഖുത്ബക്ക് മുമ്പായിരുന്നു നിസ്കാരം നിർവഹിച്ചിരുന്നത് എന്നാണ്. അതാണ് അതിന്റെ സുന്നത്ത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെരുന്നാൾ സുദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സുന്നത്തിനെയും ജീവിപ്പിക്കുന്ന നല്ല വിശ്വാസികളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ വർഷത്തെ പരിശുദ്ധ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. ആരവങ്ങളും ആവേശങ്ങളുമായി കടന്നു വന്ന അക്ഷരാർത്ഥത്തിൽ പുണ്യങ്ങളുടെ പൂക്കാലം, 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഇബാദത്തുകളാൽ
സമ്പന്നമാവേണ്ട അവസാനത്തെ പത്തിൽ എത്തി നിൽക്കുമ്പോൾ സഹോദരങ്ങളെ, റമദാനിലെ നിർണായകമായ മണിക്കൂറുകൾ അത് നമ്മളിൽ നിന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഒരു സമയത്ത് നമ്മോട് സ്വയം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നന്മ നിറഞ്ഞ ജീവിതവുമായി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളുടെ കലവറയായ ഈ പുണ്യങ്ങളുടെ പൂക്കാലത്തെ എவ்விதം നമ്മളൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്ന്. ലഅല്ലകും തത്തഖൂൻ, ഇതിന്റെ അവസാനം ഉണ്ടാകുന്ന റിസൾട്ട് അതാണ്. തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായിട്ടുള്ളോ? തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, നന്മകളിൽ മുഴുകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഐ ഇജ്അൽ ബൈനക വബൈന അദാബില്ലാഹി വിഖായ, അതിനാണല്ലോ തഖ്വ എന്ന് പറയുന്നത്. നിനക്കും അല്ലാഹുവിന്റെ അദാബിന്റെ ഇടയിൽ ഒരു സംരക്ഷണ വലയം തീർക്കാൻ ഈ റമദാൻ കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്ന ഒരു ചിന്ത നമുക്ക് അനിവാര്യമായും ഉണ്ടാകണം. അതുപോലെ രാത്രി നമസ്കാരം നിർവഹിക്കുന്നതിലൂടെ പാപങ്ങൾ പൊറുക്കപ്പെടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ പാപമോചനത്തിനുള്ള സഹായി എന്നുള്ള നിലയിൽ നമ്മൾ ഈ നിസ്കാരം എല്ലാ രാത്രികളിലും വീഴ്ചയില്ലാതെ കൃത്യതയോടെ പൂർണ്ണതയോടെ നിർവഹിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും തറാവിയ മുടങ്ങാതെ കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ നിസ്കരിക്കാറുണ്ടോ? അതിൽ വീഴ്ച വന്നിട്ടുണ്ടോ? മടി പിടിച്ചിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. മൂന്നാമത്തെ ഒരു കാര്യം, വിശുദ്ധ ഖുർആനിന്റെ മാസമാണല്ലോ. എത്രത്തോളം ഖുർആനുമായി ബന്ധം പുലർത്തി, എത്രത്തോളം മനഃപ്പാഠമാക്കാൻ സാധിച്ചു, എത്രത്തോളം അതിന്റെ അർത്ഥവും ആശയവും അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ മുത്തും പവിയങ്ങളും വാരിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിനെ കുറിച്ചുള്ള ആത്മാർത്ഥമായ ഒരു വിചിന്തനം. ഒന്നുമില്ലെങ്കിൽ ഒരു ഖുർആൻ പാരായണമെങ്കിലും ഒരു തവണയെങ്കിലും ഏറ്റവും മിനിമം പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നാലാമതായി സഹോദരങ്ങളെ, ദാനധർമ്മം ചെയ്യുന്നതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിനൽ റീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ പ്രവാചകനിൽ ഉണ്ടായിട്ടല്ല, ഉള്ളതിനനുസരിച്ച് നൽകിയിരുന്നു എന്നതാണ്. നമ്മുടെ സാമ്പത്തിക അവസ്ഥക്ക് ചേരുന്ന രീതി എത്ര രൂപ നമ്മൾ സ്വതക്ക നൽകിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അഞ്ചാമതായി, പാപങ്ങൾ പൊറുക്കപ്പെടാത്ത അവസ്ഥയിലാണ് പരിശുദ്ധ റമദാൻ വിട പറയുന്നതെങ്കിൽ അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അയാൾ അകന്നു പോകട്ടെ എന്ന ജിബ്രീലിന്റെ പ്രാർത്ഥനയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റമദാൻ കടന്നു പോകുമ്പോൾ എന്റെ പാപങ്ങൾ പുറത്തു കിട്ടാൻ ഞാൻ തൗബ ചെയ്തിട്ടുണ്ട് എന്നെങ്കിലും ആശ്വസിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എത്ര തവണ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, എത്ര തവണ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി, തൗബ ചെയ്യാൻ എത്ര കണ്ട് സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? ഈ 5 ചോദ്യങ്ങൾക്ക് അതെ എന്നാണ് നമ്മുടെ മറുപടിയെങ്കിൽ നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ സാധിച്ചാൽ സഹോദരങ്ങളെ, സംതൃപ്തിയോടുകൂടി അങ്ങനെയുള്ള നല്ല മനസ്സോടുകൂടി റമദാനെ യാത്രയേക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു അതിന് നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും റമദാനിന്റെ അവസാന സന്ദർഭങ്ങളിൽ ഒട്ടും ആശ്വാസമല്ലാത്ത ചില പ്രവണതകൾ കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് 27-ാം രാവങ്ങ് കഴിഞ്ഞാൽ ഇബാദത്തുകൾ ആകെ താളം തെറ്റുന്ന ഒരവസ്ഥ സമൂഹത്തിലുണ്ട്. ഈ ദിവസങ്ങളിൽ അത്രയും ആവേശത്തോടെ ചെയ്ത നന്മകൾ അക്ഷരാർത്ഥത്തിൽ നിർത്തിവെക്കുന്ന സാഹചര്യങ്ങൾ സമൂഹത്തിൽ സംജാതമായിട്ടുണ്ട്. 27-ാം രാവൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താ എന്നുള്ള മട്ടിലാണ് പലരുടെയും മനോഭാവം. അല്ല, ഓരോ മിനിറ്റും പ്രധാനപ്പെട്ടതാണ്. റമദാനിലെ ഓരോ സെക്കൻഡും പ്രധാനപ്പെട്ടതാണ്. സ്വർണത്തേക്കാൾ സഹോദരങ്ങളെ അതിന്റെ മൂല്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിന്റെ മൂല്യം ബോധ്യപ്പെടുക ഖബറിലായിരിക്കും എന്ന് മാത്രം. അതുകൊണ്ട് ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 25-ന് നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുക, 27-ന് പ്രതീക്ഷിക്കണം എന്നതുപോലെ 29-നെയും നിങ്ങൾ പ്രതീക്ഷിക്കുക എന്ന്. വേറെ ഹദീസിൽ കാണാം, അവസാനത്തെ 10 മുഴുവൻ രാത്രികളിലും നിങ്ങൾ പ്രതീക്ഷിക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ ഖൈറാണത് എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ കണക്കിൽ മഗ്രിബ് മുതൽ ഫജ്ർ വരെ എന്നതാണ് 10 മണിക്കൂറാണ് അല്ലെ? ഏകദേശം 10 മണിക്കൂറാണ് മഗ്രിബ് മുതൽ ഫജ്ർ വരെ ഒരു രാത്രി. അതിനെ നമ്മൾ 84 വർഷവുമായി ഡിവൈഡ് ചെയ്യുമ്പോൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 8 വർഷത്തിൽ അധികം വന്നില്ലേ? എന്ന് പറഞ്ഞാൽ ലൈലത്തുൽ ഖദ്റിന്റെ അന്ന് 1 മണിക്കൂർ ഉപയോഗപ്പെടുത്തിയാൽ 8 വർഷത്തിലധികം ഉപയോഗപ്പെടുത്തി എന്നാണ് അർത്ഥം. എന്നതുപോലെ സഹോദരങ്ങളെ, അതിൽ 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 50 ദിവസത്തിൽ അധികം വരും. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ, ഒരു തവണ 1 മിനിറ്റിൽ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് നമ്മൾ പറഞ്ഞാൽ അത് 72,000-ത്തിലധികം തവണ പറയുന്നതിന്റെ മൂല്യമുണ്ട് എന്നർത്ഥം. അത് പൊന്നാൻ, അതിനെ വെറുതെ കളയാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്തണം.
ഒരു മണിക്കൂർ നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ 3029 ദിവസം ഉപയോഗപ്പെടുത്തിയതുപോലെയാണ് എന്നതുപോലെ അതിന്റെ ഒരു മറുവശം കൂടി മനസ്സിലാക്കണം. ലൈലത്തുൽ ഖദ്റിന്റെ ആ രാത്രിയിൽ സഹോദരങ്ങളെ ഒരു മണിക്കൂർ നഷ്ടപ്പെടുത്തിയാൽ 8 മണിക്കൂറിലധികം നഷ്ടപ്പെടുത്തിയതുപോലെയാണ്. അതിൽ ഒരു മിനിറ്റ് നഷ്ടപ്പെടുത്തിയാൽ 50 ദിവസത്തിലധികം നഷ്ടപ്പെടുത്തിയതുപോലെയാണ്. അതുകൊണ്ട് നന്നായി നമ്മൾ പരിശ്രമിക്കുക. ഇനിയും സമയമുണ്ട്, മണിക്കൂറുകളുണ്ട്, മിനിറ്റുകളുണ്ട്. ഓരോന്നും മൂല്യമുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ കളക്ഷൻ എടുക്കുന്നത് ഒരു പള്ളിക്ക് വേണ്ടിയാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി അതിനു വേണ്ടി സഹായിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അവസാന സമയത്തും സ്വതക്കകൾ നൽകാൻ ഇനി ഇതുപോലെയുള്ള അവസരം ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് നന്നായി നമ്മൾ പരിശ്രമിക്കുക, നന്മകളിൽ മുന്നേറുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയ ചെറുതുവലുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കടം കൊണ്ടും മറ്റും കഷ്ടപ്പെടുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, സഹോദരന്മാരുണ്ട്. അല്ലാഹു എല്ലാവരുടെ പ്രയാസവും നീക്കി കൊടുക്കണമേ. ഒരുപാട് ആളുകൾ രോഗികളായി കഴിയുന്നു. അല്ലാഹു എല്ലാവർക്കും നീ ശിഫാ ചെയ്ത് അനുഗ്രഹിക്കണമേ. ഒരുപാട് ആളുകൾ നമ്മെ തൊട്ട് പിരിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാവരുടെ ഖബറിടവും നീ വിശാലമാക്കി കൊടുക്കണമേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا صلاتنا وصيامنا وقيامنا وركوعنا وسجودنا واعتدالنا ودعاءنا يا رب العالمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وسلام على المرسلين والحمد لله رب العالمين. قوموا إلى صلاتكم.